നാട്ടുകാരെ, പിഞ്ചോമന കുട്ടികളെ, ഉമ്മപെങ്ങന്മാരെ, നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഉദ്ദേശം ഞാൻ പ്രത്യേകമായി നിങ്ങളോട് പറയേണ്ടതില്ല. നിങ്ങളെല്ലാവരും നല്ലവിധം അറിഞ്ഞിരിക്കുന്നവരാണ്. പക്ഷേ മീലാദുൻ നബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇന്നത്തെ ദിവസത്തിന്റെ പോരിശയെ കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിന് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നമ്മുടെ വേദിയുടെ മഹത്വം കളങ്കപ്പെടുത്തരുത്. എല്ലാവരും അച്ചടക്കം പാലിക്കുക. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നീ നിന്റെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണ് നീ ഖുർആൻ പഠിപ്പിക്കേണ്ടത്? നീ യാസീൻ പഠിപ്പിച്ചു കൊടുക്കണം നിന്റെ മക്കൾക്ക്. നീ യാസീൻ പഠിപ്പിച്ചു കൊടുത്താൽ നാളെ നിന്റെ പരലോകത്ത് നിന്റെ മരിച്ചുപോയ ഉമ്മാപ്പാമാർക്കും കിരീടമണിയിക്കുന്നു. ഏത് മാതാപിതാക്കന്മാർക്കാണെന്നറിയുമോ കിരീടമണിയിപ്പിക്കുന്നത്? സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ആരെങ്കിലും മരിച്ചുപോയ ഉമ്മാപ്പാന്റെ പേരിൽ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യം, ആഴ്ചയിൽ 2, 3, 4 പ്രാവശ്യം, ദിവസത്തിൽ 100 പ്രാവശ്യം പോലെ നീ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ നിന്റെ മരിച്ചുപോയ ഉമ്മാപ്പാമാർക്കും പരലോകത്തെ അല്ലാഹു തആല കിരീടമണിയിക്കും അത്രേ. നാളെ പരലോകത്തെ അല്ലാഹു തആല ശ്രദ്ധിക്കുമ്പോൾ നിന്റെ ഉമ്മാമാരുടെ തലയിൽ, നിന്റെ മരിച്ചുപോയ ഉമ്മാപ്പാമാരുടെ തലയിൽ കിരീടമുണ്ടാകും. ഒരു കിരീടം കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി ഈ മക്കളായ നമ്മൾ മരിച്ചുപോയ ഉമ്മാപ്പാമാർക്ക് വേണ്ടി ഇതെങ്കിലും നമ്മൾ ചെയ്തുകൂടെ? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമതൊന്ന് പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങളുടെ മക്കളുടെ ഉമ്മാപ്പാമാർ ഖുർആൻ ഓതുകയും അതിനെ അവർക്ക് വാപ്പായും ഖുർആൻ ഓതുകയും അതിനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നബീക, നിങ്ങളുടെ പ്രവാചകരെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കണം. സ്നേഹിക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. രണ്ടാമത് മക്കളെ മര്യാദയാക്കേണ്ട ഒന്ന്, മക്കളെ പ്രവാചകരെ സ്നേഹിക്കണം, പ്രവാചകനെ ഇഷ്ടപ്പെടണം. എങ്ങനെയാണ് പ്രവാചകനെ ഇഷ്ടപ്പെടുക? പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിസിപ്റ്റുമുണ്ടാക്കി അവിടെ കലക്ഷൻ ചെയ്ത് ഗാനമേളം നടത്തിയല്ല. അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഇവിടെ പോകുന്ന വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തി കാക്ക 50 കാക്ക 100 റസൂലുള്ളാഹിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ മീലാദുൻ നബി ആഘോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല റസൂലുള്ളാഹിന്റെ പേരിൽ മീലാദുൻ നബി ആഘോഷിപ്പിക്കേണ്ടത്. ഇവിടെ അങ്ങനത്തെ മീലാദുൻ നബി ആഘോഷം ആവശ്യമില്ല. ആർഭാടത്തിന്റെ നബിദിനാഘോഷം വേണ്ട മക്കളെ. ആ പ്രവാചകൻ പറഞ്ഞതുപോലെ നമുക്ക് നടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ അതിൽ പുലർത്തേണ്ടതുണ്ട്.
പിന്നെ ഇങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിശം വെക്കേണ്ടത് എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം മക്കളെ. ചൊല്ലു മക്കളെ സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു സ്വലാത്ത് ഈ പിറാജിയുടെ ഈ മിലാദ് ഫംഗ്ഷനിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് പറയുന്നു, നിങ്ങൾ സ്വലാത്ത് പറയുന്നു, അങ്ങനെ എങ്കാലും നിങ്ങൾ സ്വലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന സ്വലാത്ത് അതാ അർശും കുർസും ലഹും കലമും അവിടെ ഏതാൻ ആകാശത്തിന്റെ വാതിലുകളും തുറക്കപ്പെടുകയാണ്. എന്റെ സഹോദരന്മാരെ, സ്വലാത്തിനെ അധികരിപ്പിക്കണം. സ്വലാത്ത് നിസ്സാരമായി ആര് കാണാൻ പാടുള്ളതല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ പേരിൽ ആരെങ്കിലും ഒരുത്തൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ പേരിൽ ഞാൻ മറിച്ച് 10 നന്മകൾ ചെയ്യുന്നു. അവരുടെ പേരിൽ 10 നന്മകൾ, 10 സ്വലാത്ത് ഞാൻ പറയുന്നു. സ്വലാത്ത് ചൊല്ലുമ്പോൾ റഹ്മത്തിന്റെ മലായികങ്ങൾ അതിനെ അള്ളാഹുവിന്റെ കോടതിയിൽ എത്തിച്ചു കൊടുക്കുന്നു. മാത്രമല്ല ഇവിടെ ചൊല്ലിയ സലാത്ത് 1000-10,000 കിലോമീറ്ററിനപ്പുറമുള്ള മദീന മുനവ്വറയിൽ വെച്ച് അന്തവിശ്രമം കൊള്ളുന്ന നമ്മുടെ ചങ്കിലച്ചോരയായ ലോകത്തിന്റെ കോടാനക്കോടി ജനങ്ങളുടെ സ്വസ്ഥനായകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ അതെല്ലാം എത്തുന്നു. മാത്രവുമല്ല, എവിടാ മക്കളെ മൂസാ നബിയുടെ ഖബറ്? എവിടാ മക്കളെ ഈസാ നബിയുടെ ഖബറ്? എവിടാ മക്കളെ ഇബ്രാഹിം നബിയുടെ ഖബറ്? അല്ലാഹു വേറെ എവിടെയാണ് മക്കളെ ലക്ഷങ്ങൾ കോടാനുകോടികൾ ജനങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുത്താണ് കോടാനുകോടി ജനങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു തആലക്ക് വേറെ ഒരു നബികൾ ഇല്ലാത്തത് കൊണ്ട് വെള്ളാരക്കല്ല് പോലെ വെളുത്ത അമേരിക്കക്കാരനും കരിക്കട്ട പോലെ കറുത്ത ആഫ്രിക്കക്കാരനും എല്ലാവരും അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ പോയാണ് സിയാറത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹുവിന്റെ റസൂൽ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. ഇത് മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. ഇത് ഒരു വലിയ നേട്ടമാണ് മക്കളെ. കൂടുതലായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞതായ ഇതിനെ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. റഹ്മാൻ റഹീം രാജസയ്യിദായ തമ്പുരാനായ റബ്ബേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ് തമ്പുരാനെ. ഞങ്ങൾക്കുള്ള എല്ലാ ദോഷങ്ങളെയും നീ വിട്ടുപുറത്ത് മാഫാക്കണം തമ്പുരാനെ. നമ്മുടെ മീലാദ് സമാവേശത്തിന് പല ആളുകൾ പല രീതിയിലും നമുക്ക് സംഭാവന നൽകിയിട്ടുണ്ട് തമ്പുരാനെ. തടി കൊണ്ടും പൈസ കൊണ്ടും എല്ലാത്തിനും പല ആൾക്കാർ, പല സംഘടനകള്, അൽഫലാഹ് അൽമീൻ ഇതുപോലത്തെ അസോസിയേഷൻ പല സംഘടനകളും നമുക്ക് വേണ്ടി പല വിധത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തമ്പുരാനെ. എല്ലാം നീ അറിയുന്നവരാണ് തമ്പുരാനെ. എല്ലാം നീ സ്വീകരിക്കണം തമ്പുരാനെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കിന് വിവരം കുറിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.